നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്ന ജോലിയുള്ള ഒരമ്മയാണോ എങ്കിലും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കയറിയിട്ട് കാണാൻ പറ്റിയൊരു അടിപൊളി ഇൻസ്പയറിംഗ് മൂവിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് സ്ട്രഗിൾസിൽ കൂടിയാണ് ഓരോ സ്ത്രീയും പ്രത്യേകിച്ച് ജോലിയുള്ളവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഒരു 2000 റിലീസായ മൂവിയാണ്. മൂവിയുടെ പേര് എറിൻ ബ്രോക്കോവിച്ച് എന്നാണ്. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ഈ കാണുന്ന ക്ലിപ്സൊക്കെ അതിൻ്റെയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കയറി കാണാം. അതിൻ്റെ കഥയല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ മൂവി കണ്ടിട്ട് എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട്, ഞാൻ ഈ ഇടയ്ക്കാണ് ഇത് കണ്ടത്, എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഡെഫിനറ്റ്ലി വർക്കിംഗ് വുമൻസിന് ഉപകാരപ്പെടും. ജോലിയുള്ള അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം ജോലിയിലുള്ള ടെൻഷൻസിന് പുറമെ നമ്മൾ കുട്ടികളെ ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ച് പോകുമ്പോഴുള്ള ടെൻഷൻ, അതേപോലെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുട്ടികളെ ചില വികൃതികളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുമ്പോൾ, കുട്ടികളെ നമ്മളെ അറ്റാച്ച്മെന്റ് കുറയുകയാണല്ലോ എന്നുള്ള ടെൻഷനും ആദ്യം എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ്, ഓരോ സാഹചര്യങ്ങൾ, കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത സാഹചര്യങ്ങളൊക്കെ മനോഹരമായിട്ട് മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ മൂവിയിൽ ഈ എറിൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ശരിയാണ്, ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്, ഓക്കെയാണ്, പക്ഷെ ഇവര് എൻ്റെ കുട്ടികളാണ്. എൻ്റെ കുട്ടികൾക്ക് ഒരു നാൾ എന്നെ നന്നായിട്ട് മനസ്സിലാകുക തന്നെ ചെയ്യുന്നുള്ളത് എറിൻ ആ മൂവിയിൽ നന്നായിട്ട് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയുകയോ ചിന്തിക്കുകയോ ചെയ്തോട്ടെ, അതിലല്ല കാര്യം. നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണ് കരുതി വച്ചിരിക്കുന്നത്, നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിലുള്ളതിലാണ് കാര്യം. നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു ലോ പൊസിഷനിലുള്ള ആളായിട്ട് ഒരിക്കലും കാണാതെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങുമ്പോഴേ ജീവിതം വഴിമാറുകയുള്ളൂ. ഈ മൂവിയിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ പോയിന്റാണ്, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമെന്ന്. ഇപ്പോൾ ഈ അടുത്ത് വന്ന SSLC റിസൾട്ടിനെ നോക്കിയാൽ നമുക്കറിയാം, ഒരു സ്കൂളിൽ പകുതി കുട്ടികൾക്കെങ്കിലും മിക്കവാറും A+, ഫുൾ A+, അല്ലെങ്കിൽ ഒരു A, ബാക്കി ഫുൾ A+ എന്നൊക്കെ ഉള്ള രീതിയിൽ ആയിട്ടുണ്ട്. അതായത് അത്രയും പഠിക്കുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ സ്കില്ല് വേണം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്കില്ലുണ്ടാവും. ആ സ്കില്ല് എന്താണ്, നമ്മുടെ സ്കില്ലെന്താണ്, നമ്മുടെ കുട്ടികളുടെ സ്കില്ലെന്താണ് എന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയില്ല എന്ന് സാരം. അപ്പോൾ സ്കില്ല് കണ്ടുപിടിക്കുക, അത് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ സ്ത്രീകൾ പൊതുവെ സ്നേഹവും സിമ്പതിയും കെയറിങ്ങും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ആ ഒരു സ്നേഹം സിമ്പതിയൊന്നും നമ്മുടെ പ്രൊഫഷനെ ബാധിക്കാതെ നോക്കണം എന്നുള്ളതാണ് കാര്യം. അത് ഇനിയിപ്പോൾ അത് വേണ്ട പ്രൊഫഷനാണെങ്കിൽ സ്നേഹവും സിമ്പതിയും ഒക്കെ കുറച്ചും കൂടെ നമ്മുടെ പ്രൊഫഷനിലും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാണ്, നമ്മൾ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ഇതൊന്നും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ആക്കിയെടുക്കുന്നിടത്താണ് നമ്മുടെ കഴിവ്. നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് വ്യക്തികളും ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ കൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. വഴി പോകുന്ന എല്ലാ കുരയ്ക്കുന്ന പട്ടികളോടും എടുത്ത് കല്ലെറിയാന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്ന സമയം ലേറ്റ് ആവും. ചിലപ്പോൾ ലക്ഷ്യം തന്നെ തെറ്റിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ നമ്മുടെ വിജയം കൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരോട് വിജയം കൊണ്ട് മറുപടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് കാര്യം. എത്ര തടസ്സം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നമ്മുടെ ഓഫീസിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കുട്ടിക്ക് വയറ്റുനോക്കായിട്ട് അമ്മ തന്നെ വേണം, അമ്മ തന്നെ വീട്ടിൽ വേണം എന്ന് കഴുകിത്തരാൻ അമ്മ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് വരാം. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ ഇത് രണ്ടും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഡീൽ ചെയ്ത് നമുക്ക് കുറേ സ്ട്രഗിൾസൊക്കെ സഫർ ചെയ്ത് നമ്മൾ മുന്നോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നീങ്ങിയാൽ 1-2 ദിവസം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിന് ഒരു കാലത്ത് നമുക്ക് ഉറപ്പായിട്ടൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യുക.
കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും നിങ്ങളെ തടയാനാവില്ല. വർക്കിംഗ് ആയിട്ടുള്ള ജോലിയുള്ള അമ്മമാരൊക്കെ നിങ്ങളുടെ സ്ട്രഗിൾസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. നമ്മളെല്ലാവരും ഒരു കാലത്ത് നമ്മളിപ്പോൾ എടുക്കുന്ന സ്ട്രഗിൾസിന് റിസൾട്ട്